Hi there, welcome back once again. So in today's lecture, we are learning about some of the very basic tags in HTML. HTML ബേസിക് ടാഗ്സ് ഏതൊക്കെയാണെന്ന് ഒരു മോസ്റ്റ്ലി ഇൻ്റർവ്യൂസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ HTML ബേസിക് ടാഗ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടാഗ് എന്ന് പറയുന്നത് DOC ടൈപ്പ് HTML. ഓക്കെ, ആക്ച്വലി ഇതിനോട്ട് ടാഗ് അല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗ് എന്ന് പറഞ്ഞാൽ HTML അതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ക്ലോസിങ് ഇല്ലാത്ത ടാഗ്സും ഉണ്ട്, പക്ഷേ ഇതൊരു ടാഗ് അല്ല. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് HTML അല്ലെങ്കിൽ ഏത് വേർഷൻ ഓഫ് HTML ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമുക്കല്ല ബ്രൗസറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് DOC ടൈപ്പ് HTML എന്ന് പറഞ്ഞ് ഒരു ടാഗ് അല്ലെങ്കിൽ ടാഗ് പോലെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ടാഗിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടതിന് ശേഷം DOC ടൈപ്പ് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. അതിനുശേഷം HTML എന്നുള്ളത് സ്മാൾ ലെറ്ററിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു ടാഗിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കണം. ഇതുപോലെ തന്നെ വേണം എഴുതാൻ. ഓക്കെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്വൽ സ്റ്റുഡിയോ കോഡാണെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ടാഗ്സും ഓട്ടോമാറ്റിക്കായിട്ട് ലോഡായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ DOC ടൈപ്പ് HTML എന്ന് പറഞ്ഞ ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഒരു ഡിക്ലറേഷൻ ടാഗാണ്. ഇത് ആക്ച്വലി ഒരു ടാഗ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, ഒരു ഡിക്ലറേഷനാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഏത് വേർഷൻ ഓഫ് HTML ആണ് ഉപയോഗിക്കുന്നത് എന്ന് ബ്രൗസറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു DOC ടൈപ്പ് HTML എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, സോ HTML വേർഷൻ എന്ന് പറയുന്നത് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ HTML ഉദാഹരണത്തിന് പറഞ്ഞാൽ 1.0, 2.0, 3.2, 4.0.1, അതിനുശേഷം 1.0, വീണ്ടും HTML5 എന്ന് പറഞ്ഞ ഒരു വേർഷനും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ HTML5 ആണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന HTML എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2014 HTML5 ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക എല്ലാ ബ്രൗസറിലും HTML5 ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ HTML 1.0 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു HTML മാത്രമേ ഉള്ളൂ. 1991 ആദ്യത്തെ HTML വേർഷൻ റിലീസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ DOC ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് HTML 1.0 എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഡിക്ലറേഷൻ നമ്മൾ ആദ്യം യൂസ് ചെയ്യും. ഈ DOC ടൈപ്പിൻ്റെ സ്ഥാനത്ത് നമ്മൾ വലിയൊരു ഡിക്ലറേഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് XMLൻ്റെ കോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ HTML5 വരുമ്പോൾ നമ്മൾ ഇത് മാത്രമേ DOC ടൈപ്പ് HTML എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ചും കൂടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂസേഴ്സിന് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിന് ടൈപ്പ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ ബ്രൗസറിന് ഇത് 5th വേർഷൻ ഓഫ് HTML ആണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പം കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന HTML വേർഷൻ എന്ന് പറഞ്ഞത് HTML5 ആണ്. HTML5 ആണ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത HTML എന്ന് പറഞ്ഞാൽ HTML വേർഷൻ 2.0. അത് കുറച്ച് ടെക്സ്റ്റ് അലൈൻമെൻറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ, കുറച്ച് ഫോംസും ടെക്സ്റ്റ് അലൈൻമെൻറ്റ്സൊക്കെ ആഡ് ചെയ്ത്. ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗൂഗിളിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, പിന്നെ പാസ്വേഡ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനാണ് ഫോം എന്ന് പറയുന്നത്. ആ ഒരു സപ്പോർട്ട് വന്നത് HTML 2.0 അതുപോലെ തന്നെ ടെസ്റ്റ് അലൈൻമെൻറ്റ്, ടെസ്റ്റ് എങ്ങനെ അലൈൻ ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ HTML 2.0 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് അതിൻ്റെ വേർഷൻസെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ബേസിക് ടാഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ സാധാരണ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കഴിയുമ്പം നമുക്ക് കുറച്ച് ടാഗുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡായിട്ട് വരും. അതെല്ലാമാണ് ബേസിക് ടാഗ്സ്. ആ ടാഗ്സിൻ്റെ യൂസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത HTML വേർഷൻ എന്ന് പറയുന്നത് 3.2 ആണ്. 3.2 എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വെബ് ബ്രൗസറിൻ്റെ കാര്യങ്ങൾ, അഡാപ്റ്റേഷനും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ടേബിൾസ്, ലിസ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ HTML 3.2 ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ HTML 4.0.1. ഓക്കെ, അത് ഇതിന് HTML5 മുമ്പത്തുള്ള വെർഷനാണ്. ഈ വെർഷനിലാണ് CSS സപ്പോർട്ട് HTML ആക്ച്വലി ഫസ്റ്റ് ടൈമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജാവാ സ്ക്രിപ്റ്റ് സപ്പോർട്ടും കൂടെ ഇതിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത വെർഷൻ എന്ന് പറഞ്ഞാൽ XHTML 1.0 ആണ്. എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, സോ ഈ XHTMLൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് 2000 ഈ ഒരു XHTML ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് XMLൻ്റെ സപ്പോർട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. വേറെ പ്രത്യേകിച്ചൊന്നും ആടെയില്ല. മുമ്പുള്ള HTMLൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ XML സപ്പോർട്ടും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് വന്ന് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഷനാണ് HTML5 എന്ന് പറയുന്നത്. HTML5ൻ്റെ അകത്ത് കുറേയും കൂടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 2014 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
അതോടൊപ്പം തന്നെ HTML ഇമേജസ്, വീഡിയോ, ഓഡിയോ, ഗ്രാഫിക്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം HTML5 മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതിന് മുമ്പുള്ള HTML വേർഷൻസിൽ നമ്മൾ ഇമേജസ്, വീഡിയോസ് കാര്യങ്ങളൊന്നും സപ്പോർട്ട് ആവത്തില്ല, ഓഡിയോസും സപ്പോർട്ട് ആവത്തില്ല, അതുപോലെ തന്നെ ക്യാൻവാസ് സപ്പോർട്ട് ആവത്തില്ല. ഇതൊന്നും തന്നെ HTML5 മുമ്പുള്ള വേർഷനിൽ സപ്പോർട്ട് ആവത്തില്ല. ഓക്കെ, സോ നമ്മുടെ ബ്രൗസറിന് മനസ്സിലാവണം നമ്മൾ ഏത് HTML വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ DOC ടൈപ്പ് HTML എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ എല്ലാ ടാഗ്സിനും മുമ്പ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിന് മനസ്സിലാവും നമ്മൾ ഏത് HTML വേർഷനാണ്, HTML5 ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോസും ഓഡിയോസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻ കേസ് നമ്മളിത് കൊടുത്തിട്ടില്ലെങ്കിലും മോസ്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ചില ഔട്ട്ഡേറ്റഡ് വേർഷൻസ് ഇല്ലെങ്കിൽ എല്ലാ യൂസേഴ്സും ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ യൂസേഴ്സിൻ്റെ കയ്യിലും അപ് ടു ഡേറ്റ് വെബ് ബ്രൗസേഴ്സാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഒരു പ്രോഗ്രാമേഴ്സ് എന്ന നിലയ്ക്ക് ഇതെല്ലാം കൊടുത്ത് വെക്കുക, അതാണ് നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ പല ബ്രൗസറിൽ പല ബിഹേവിയേഴ്സിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പ്രോപ്പറായിട്ട് റെൻഡർ ആവാതിരിക്കുക, അതല്ലെങ്കിൽ ചില ടാഗ്സ് ഫങ്ഷൻ ആവാതിരിക്കുക, വീഡിയോസ് ഒന്നും സപ്പോർട്ട് ഉണ്ടാവാതിരിക്കുക. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് DOC ടൈപ്പ് HTML എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ടാഗെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇത് ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ HTML ടാഗാണ്. ഓക്കെ, സോ ഒരു വെബ് ബ്രൗസറിനെ സംബന്ധിച്ചിടത്തോളം HTML എന്ന് പറഞ്ഞ ടാഗാണ് റൂട്ട് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടാഗുകൾ എപ്പോഴും ഈ ഡയറക്ഷണൽ ബ്രാക്കറ്റിൻ്റെ അകത്തായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ഡയറക്ഷണൽ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ എല്ലാ ടാഗുകളും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ 2 പാരാന്തസിസിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, ഇതാണ് ഡയറക്ഷണൽ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഡയറക്ഷണൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് ഒരു ടാഗായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ഒരു വാലിഡ് അല്ലാത്ത ടാഗ്, ഉദാഹരണത്തിന് ഞാനിപ്പോൾ മാസ്റ്റർ ജി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ടാഗല്ല, പക്ഷേ ഇത് ഒരിക്കലും വെബ് ബ്രൗസറിൻ്റെ അകത്ത് റെൻഡർ ആവത്തില്ല. ഇത് ഇൻവാലിഡ് ആയിട്ടുള്ള ടാഗ് ആയതുകൊണ്ട് ഇത് ആക്സെപ്റ്റും ചെയ്യത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ഫങ്ഷനാലിറ്റിയും കൊടുക്കത്തില്ല. ഓക്കെ, സോ വാലിഡ് ആയിട്ടുള്ള ടാഗ് നമ്മൾ ഡയറക്ഷണൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ടാഗായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ടാഗായിട്ട് കൺസിഡർ ചെയ്യുന്ന ടാഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു HTML സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ടാഗുകളിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒരു ടാഗ് ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് HTML എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഈ ടാഗ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു / ഇതുപോലത്തെ ഒരു സ്ലാഷ് സിമ്പിൾ ഇട്ടതിന് ശേഷം HTML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ ഒരു ടാഗിൻ്റെ എൻഡ് ഇല്ലെങ്കിൽ അതിൻ്റെ എൻഡ് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്ലാഷ് സിമ്പിൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ചില ടാഗുകൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാ ടാഗുകളും ക്ലോസ് ചെയ്യണം. ഉദാഹരണത്തിന് BR ടാഗ്, ബ്രേക്ക് ടാഗ് എന്ന് പറഞ്ഞൊരു ടാഗുണ്ട്, അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രം മതിയായിരിക്കും. അതിന് ഇങ്ങനെ ക്ലോസ് BR എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ BR ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടാത്ത ടാഗാണ്. ബാക്കി എല്ലാ ടാഗുകളും, അതുപോലെ കുറച്ച് ടാഗുകളുണ്ട്. ഓക്കെ, BR ടാഗ്, HR ടാഗ്, അങ്ങനത്തെ കുറച്ച് ടാഗുകളുണ്ട്, നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ചില ടാഗുകൾ മാത്രം നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്കി എല്ലാ ടാഗുകളും ക്ലോസ് ചെയ്യേണ്ട ടാഗ്സാണ്. ഓക്കെ, സോ HTML എന്ന് പറഞ്ഞ ഈ ഒരു ടാഗ് HTML, അതോടൊപ്പം തന്നെ ക്ലോസ് HTML, ഈ 2 ടാഗുകളുടെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം നമ്മുടെ എൻ്റയർ വെബ് പേജും. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒരു ടാഗും യൂസ് ചെയ്യാൻ അലൗഡഡ് അല്ല. അതായത് ഇതിൻ്റെ താഴെ ഇപ്പോൾ നമ്മൾ ബോഡി, ഓക്കെ, ഇതിൻ്റെ താഴെ ബോഡി ടാഗ് ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് പ്രോപ്പറായിട്ട് വെബ് ബ്രൗസറിൽ വരത്തില്ല. ചില ബ്രൗസറിൽ വരും, പക്ഷേ ചില ബ്രൗസറിൽ വരത്തില്ല. ഓക്കെ, സോ ഇതിൻ്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടാഗുകളും ഇൻ ബിറ്റ്വീൻ ദീസ് 2 ടാഗ്സ് ആയിരിക്കണം. HTML അതുപോലെ തന്നെ HTML ടാഗ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇവിടെ ആയിരിക്കണം നമ്മൾ എല്ലാ ടാഗ്സും എഴുതാനായിട്ട്. ഓക്കെ, ഒരു വെബ് ബ്രൗസറിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ടാഗുകളും ഈ 2 ടാഗുകളുടെ ഇടയിലായിരിക്കണം നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ടാഗാണ് ഹെഡ് ടാഗ് എന്ന് പറയുന്നത്. ഈ HTML ടാഗാണ് റൂട്ട് ടാഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഒരു വെബ് പേജിൻ്റെ റൂട്ട് ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HTML ടാഗ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, സോ HTML ടാഗാണ്. HTML 1.0 മുതൽ ഇങ്ങനെ തന്നെയാണ്. HTML എന്ന് പറഞ്ഞാൽ റൂട്ട് ടാഗ് എന്ന് പറയാം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഡോം സ്ട്രക്ചർ നിങ്ങളെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് HTML ബേസിക് ടാഗ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ ടാഗ് എന്ന് പറയുന്നത് HTML ടാഗ്, അതിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടാഗ് എന്ന് പറയുന്നത് ഹെഡ് ടാഗാണ്.
ഹെഡ് ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെഡർ ഇൻഫോർമേഷൻസ് കൊടുക്കാനും അതുപോലെ തന്നെ CSS ഫയൽസൊക്കെ ലിങ്ക് ചെയ്യാനുമായിട്ടാണ് ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെഡ് ടാഗിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടൈറ്റിൽ ടാഗ് ഉണ്ടായിരിക്കും. ഇത് പേജിൻ്റെ ടൈറ്റിൽ കൊടുക്കാനായിട്ടാണ് ഈ ടൈറ്റിൽ ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹെഡ് ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. എല്ലാ ടാഗും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യണം. ചില ടാഗുകൾ മാത്രം ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഏതൊക്കെയെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ ടൈറ്റിൽ ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം, ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ടൈറ്റിൽ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബോഡി കണ്ടൻറ്റ്, അതായത് വെബ്സൈറ്റിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ ബോഡി കണ്ടൻറ്റിൻ്റെ അകത്താണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡെവലപ്പേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന രീതിയിൽ എന്തെങ്കിലും കമൻസോ ഇല്ലെങ്കിൽ ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പം നമ്മൾ മറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ എഴുതണമെങ്കിൽ അത് ഇത്തരത്തിലുള്ളൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് എന്ത് എഴുതി കഴിഞ്ഞാലും അത് ബ്രൗസർ റെൻഡർ ചെയ്യത്തില്ല. പിന്നീട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമോ അതല്ലെങ്കിൽ വെബ്സൈറ്റ് വീണ്ടും പുതുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം കമൻറ്റ്സ് ഡെവലപ്പേഴ്സിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ കമൻറ്റ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, അതിനുശേഷം 2 ഇതുപോലെ ഡാഷ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇത് രണ്ടും ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എന്ത് എഴുതിയാലും അത് കമൻറ്റ്സ് ആണ്. യൂഷ്വലി കമൻറ്റ്സ് എല്ലാം ഗ്രീൻ കളറിലാണ് എല്ലാ എഡിറ്റേഴ്സിലും കാണിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കളേഴ്സൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിച്ച ടാഗ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ടാഗാണ്. ഇവിടെ 2 മെറ്റാ ടാഗ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ടൈറ്റിൽ ടാഗ്സ് എന്ന് പറയാം. മെറ്റാ ടാഗ്സ് ബേസിക് ടാഗ്സിൽ വരത്തില്ല. ബേസിക് ആയിട്ട് വരുന്ന ടാഗ് HTML ടാഗ് വരും, അതുപോലെ തന്നെ ഹെഡ് ടാഗ് വരും, ടൈറ്റിൽ, അതിനുശേഷം ബോഡി, അത്രയും ടാഗുകൾ മാത്രമേ ബേസിക് ആയിട്ടുള്ള ടാഗ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ DOC ടൈപ്പ് HTML, അതൊരു ഡിക്ലറേഷനാണ്. HTML5 മാത്രം ഇങ്ങനെ DOC ടൈപ്പ് HTML എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇൻ കേസ് ഇനി നിങ്ങൾ HTML4 ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും സപ്പോർട്ട് ചെയ്യത്തില്ല. പല ബ്രൗസേഴ്സും HTML4 അതിന് മുകളിലോട്ടുള്ള വെർഷൻസ് സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഡിക്ലറേഷൻ എഴുതാൻ ശ്രമിക്കുക, അത് മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ചില ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിന് കൺഫ്യൂഷൻ ആകും ഏത് HTML വേർഷനാണ് യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇതില്ലാതെ നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേർഷനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. അത് സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസറിന് മാത്രമേ ഉള്ളൂ, അല്ലാത്ത ബ്രൗസറിന് പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം HTML മുകളിലോട്ടുള്ള, അതായത് HTML5 മുകളിലോട്ടുള്ള വേർഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസർ ആണെങ്കിൽ ഈ ഒരു ഡിക്ലറേഷൻ ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ HTML4 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഓഡിയോ കാര്യങ്ങളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ആവത്തില്ല. ഓക്കെ, സോ ഇത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ടൈറ്റിൽ ടാഗ്, അതായത് ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ് ബ്രൗസറിൽ ഒരു സൈറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ നെയിം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ മുകളിൽ ഇവിടെ ടാബിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡോക്യുമെൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോക്യുമെൻ്റ് എന്ന് അല്ലാതെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഞാനിത് ഇവിടെ ജസ്റ്റ് ഞാനിപ്പോൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡോക്യുമെൻ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിന് ശേഷം Ctrl+S ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആകും. സേവ് ആയി കഴിയുമ്പം ഇതാ ഇവിടെ മാസ്റ്റർ G എന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇവിടെ ഐക്കൺസ് കൊടുക്കാം. ഫേവ് ഐക്കൺസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ലെക്ചറിൽ പഠിപ്പിച്ച് തരാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈറ്റിൽസ് മാത്രം കൊടുക്കുക. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. അപ്പം നമ്മൾ സാധാരണ ഈ 5 സെർവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചൊരു എക്സ്റ്റൻഷൻ, അതായത് ലൈവ് സെർവർ പ്രിവ്യൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ index.html എന്ന് മാത്രമേ വരത്തുള്ളൂ. അതിനുശേഷം 5 സെർവർ അങ്ങനത്തെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് അതൊരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താലും മതി. അങ്ങനെ വരുവാണെങ്കിൽ മാസ്റ്റർ G എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് index.html എന്ന് പറഞ്ഞ ഫയൽ. ഇത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിപ്പോൾ ആദ്യം ഇവിടെ ലിങ്ക് കാണിക്കും. അതിനുശേഷം അതിൻ്റെ ഒറിജിനൽ ഫയലിൻ്റെ ടൈറ്റിൽ നമ്മൾ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ ടൈറ്റിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ G എന്ന് പറഞ്ഞ ഒരു പുതിയ ടൈറ്റിൽ വന്നിട്ടുണ്ട്. മാനുവലായിട്ട് ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ മറ്റൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സെർവർ ഉപയോഗിക്കുമ്പോൾ ഡാറ്റ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവും. അതിനുശേഷം നമ്മൾ ഇവിടെ ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫയൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, അതായത് നോർമലി നമ്മൾ ഫോൾഡറിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഡാറ്റ എന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എക്സ്റ്റൻഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇവിടെ സേവ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീഫ്രഷ് ആവും. ഓക്കെ,
സോ 5 സെർവർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നേരത്തെ കാണിച്ച എക്സ്റ്റൻഷൻ തന്നെ മതിയായിരിക്കും. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത ടാഗ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ടാഗ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മെറ്റാ ടാഗ്സ് എന്ന് പറയും. UTF എന്ന് പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ സെറ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാരക്ടർ സെറ്റ്സ് അവൈലബിൾ ആണ്. UTF-8 എന്ന് പറഞ്ഞത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ക്യാരക്ടർ സെറ്റാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സാധാരണ എല്ലാ ടെക്സ്റ്റുകളും എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടർ സെറ്റാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ നോട്ട് പാഡ് സാധാരണ എടുത്തിട്ട് വെറുതെ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സേവ് അസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ക്യാരക്ടർ സെറ്റ് ഇത് ഇവിടെ കാണിച്ചു തരും. കണ്ടോ, ഇവിടെ എൻകോഡിംഗ് എന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള UTF-8 കൊടുത്തിട്ടുണ്ട്, ANSI ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, UTF-16LE എന്ന് പറഞ്ഞ പല ക്യാരക്ടർ സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ബ്രൗസറിൽ എപ്പോഴും യൂസ് ചെയ്യുമ്പം UTF ക്യാരക്ടർ സെറ്റുകളാണ് എല്ലായിടത്തും ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി HTML ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഇവിടെ എന്ത് ലെറ്റേഴ്സ് കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ബ്രൗസറിന് ചില സിമിലർ ലെറ്റേഴ്സ് അതായത് ഇപ്പോൾ നമ്മൾ ചില വെബ്സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുള്ള പേജുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ടു മലയാളം അതല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു തമിഴ് അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കൊടുക്കാം. കൊടുത്തില്ലെങ്കിലും പ്രോപ്പറായിട്ട് റൺ ആവും. ഓക്കെ, സോ ഇത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഏത് തരത്തിലുള്ള യൂസേഴ്സാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്ത ആളുകളുണ്ടായിരിക്കും. ആരെപ്പോഴും അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ഏതാണോ അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കൂടെ കൊടുക്കുക. ഓക്കെ, സോ ഇത് ടാഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്ലൂഡ് ആവത്തില്ല. ജസ്റ്റ് ഇത് മാത്രമാണ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്തരത്തിലുള്ള ആട്രിബ്യൂട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ക്യാരക്ടർ സെറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ മെറ്റാ നെയിം വ്യൂ പോർട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടൻറ്റ് വിഡ്ത്ത് ഈക്വൽ ടു ഡിവൈസ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇനീഷ്യൽ സ്കെയിൽ ഈക്വൽ ടു 1.0 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചില വെബ്സൈറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മൊബൈൽ ഡിവൈസിലും ലോഡാവും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഡിവൈസിലും ലോഡാവും. ഓക്കെ, സോ അതുപോലെ നമ്മളുടെ സ്ക്രീൻ വിഡ്ത്തിനനുസരിച്ച് അതിൻ്റെ അകത്തുള്ള വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ബോഡിക്കകത്തുള്ള കണ്ടൻറ്റ് റീസൈസ് ചെയ്യാനായിട്ടാണ് ഈ മെറ്റാ ടാഗ് ഉപയോഗിക്കാറ്. ഓക്കെ, സോ നമ്മൾ വെബ്സൈറ്റിൽ എഴുതുമ്പോൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ ആ രീതിയിൽ കോഡ് ചെയ്തത് കൊണ്ടാണ് നമുക്കങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് വരത്തില്ല. അതിന് കൊടുക്കുന്ന ടാഗാണ് ഈ പറയുന്ന മെറ്റാ ടാഗ്, മെറ്റാ ഇൻഫോർമേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ച ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാഗായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കമൻറ്റ്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മളിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്രൗസറിൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ സേവ് ഇതുപോലെ ഇങ്ങനെ സാധാരണ എഴുതാൻ പാടില്ലാത്തതാണ്. എന്തെങ്കിലും ടാഗോ ഹെഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ടാഗ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. എങ്കിലും ഇതിൻ്റെ അകത്ത് ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്പറിന് മനസ്സിലാവുന്നത്, ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാനിത് വെബ്സൈറ്റ് ഒന്നും കൂടെ റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം അത് ഏതൊക്കെ എന്തിനൊക്കെ എന്ന് ഉപയോഗിക്കാനായിട്ട് ചില ആളുകൾക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ടീച്ച് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മറ്റ് ടീം മെമ്പേഴ്സിനും കൂടെ മനസ്സിലാക്കാനായിട്ട്, ഉദാഹരണത്തിന് റിമോട്ട് ജോബിലൊക്കെ വരുമ്പം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മറ്റ് ടീം മെമ്പേഴ്സിനും കൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കമൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കമൻറ്റ്സ് കൊടുക്കാനായിട്ടാണ് ഇതുപോലെ കമൻറ്റ് ടാഗ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് എക്സ്ക്ലമേഷൻ ഇടുക, അതിന് ശേഷം 2 ലൈൻ ഡാഷ് സിമ്പിളും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് എന്ത് എഴുതി കഴിഞ്ഞാലും ഞാനിപ്പോൾ സേവ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് ഡോട്ട് കാണാൻ സാധിക്കും. സേവ് ചെയ്യാണ്, ഡോട്ട് പോയി ആ ഒരു കണ്ടൻറ്റ്, അതായത് ഈ ടാഗിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് ഒന്നും തന്നെ ഇവിടെ വരുന്നതായിരിക്കില്ല. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കമൻറ്റ്സ് എഴുതാൻ സാധിക്കും. കമൻറ്റ്സ് മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകാനും അതുപോലെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾക്കും, അതായത് കോഡിങ്ങിൻ്റെ ഡെവലപ്പേഴ്സിനുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും കമൻറ്റ്സ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ കമൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ എക്സ്ക്ലമേഷൻ മാർക്ക് മറക്കരുത്. അതിനുശേഷം 2 ഡാഷ് ഇട്ട് കൊടുക്കുക. ഒരു ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് കമൻറ്റ്സ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്കിവിടെ നോക്കിയാൽ എറർസ് കാണാൻ സാധിക്കും. ഓക്കെ,
കമൻസ് ആയിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിനുശേഷം 2 ഡാഷ് ഇട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഇത് കമൻ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് HTML-ലുള്ള ബേസിക് ടാഗ്സ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് ഈ ടാഗ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാഗ്സ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാണ്, അത് ഇവിടെ വരുന്നതായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. നമുക്കിങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ പാരഗ്രാഫ് ടാഗ് ഉണ്ട്, ജസ്റ്റ് പി ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരഗ്രാഫ് ടാഗ് ക്ലോസ് ചെയ്യേണ്ട ടാഗാണ്. ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഹെഡിങ്സിനെ കുറിച്ചും പാരഗ്രാഫിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ സി യു അഗൈൻ ഇൻ കമിങ് ലെക്ചേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.